ഇന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മാംഗോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. സിമ്പിളാണെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. അടിപൊളി ടേസ്റ്റി ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ ഐസ്ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇതുപോലെ കുറച്ച് മാംഗോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആകുന്നിടം വരെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇതിപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി മിക്സി ജാറിലേക്ക് 2 നന്നായിട്ട് പഴുത്തിട്ടുള്ള മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതൊട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3/4 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ കുറച്ച് താഴെയായിട്ട് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാംഗോ പൾപ്പ് ഉണ്ടല്ലോ, അത് മുഴുവനായും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് സ്റ്റിഫാക്കി എടുക്കണ്ട. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാംഗോയുടെ മിക്സ് ഉണ്ടല്ലോ, നമുക്കതിൽ മുഴുവനായും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പാച്ചിൽ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ വേണേ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമ്മൾ ഐസ്ക്രീം ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഇത് മുഴുവനായും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ സ്പാച്ചിൽ കൊണ്ട് തന്നെ എല്ലാ ഭാഗവും ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിതൊരു ഓവർനൈറ്റ് ആണ് ഫ്രീസറിൽ വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഐസ്ക്രീമൊക്കെ നന്നായിട്ട് ഇവിടെ നിന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് സിമ്പിളല്ലേ ഇത് തയ്യാറാക്കാനായിട്ട്. അതുപോലെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ മാമ്പഴമൊക്കെ ഉള്ള സമയത്ത് ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളതെന്ന്. ഇടയ്ക്ക് ആ മാംഗോയുടെ പീസൊക്കെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്തുകൂടി കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്